അമ്മമാർക്ക് ഫീഡിങ് എസ്റ്റാബ്ലിഷ്ഡ് ആകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവരെന്ത് ചെയ്യും? ഇവർ ഫോർമിൽക്ക് എന്ന് പറയുന്ന ആദ്യം വരുന്ന പാല് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവരിങ്ങനെ കുഞ്ഞ് കരയുന്നതിനനുസരിച്ച് എപ്പോഴും എടുത്ത് മുല കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. 16, 18, 20 തവണയൊക്കെ ഡെയിലി ഫീഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ ലാക്ടോസ് കൂടുതലുള്ള ഈ ഫോർമിൽക്ക് മാത്രം കുഞ്ഞിന് ചെല്ലുന്നതിനെ തുടർന്ന് ഹൈൻ മിൽക്ക് ഒട്ടും കിട്ടുന്നില്ല. ഫാറ്റും ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസും ഒന്നും തന്നെ അപ്പോൾ ഉള്ളിലോട്ട് ചെല്ലുന്നില്ല. അതാണ് ബ്രെയിൻ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ സഹായിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് വെയിറ്റ് ഒട്ടും കൂടുന്നില്ല, കുഞ്ഞിന് ഭയങ്കര ക്രൈ ആണ്, ഇറിറ്റബിലിറ്റി ആണ്, കോളിക്കാണ്. അതുപോലെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ലൂസ് ടൂൾസ് വരികയും ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും മലം പോകുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ പതുക്കെ തുടയ്ക്കുന്നു അല്ലെങ്കിൽ വൈപ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഒരു ലാക്ടോസിന്റെ പ്രസൻസ് കാരണം ഫെർമെന്റേഷൻ കൊണ്ട് പെരിയനൽ എക്സ്കോറിയേഷൻ വരുന്നു. അതായത് മലദ്വാരത്തിന് ചുറ്റും ചുമന്ന് അസിഡിക് സ്റ്റൂൾസ് ആവുന്നതുകൊണ്ട് ചുമന്ന് തിളിർത്ത് വരികയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുക? പ്രോപ്പർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് വേണ്ടത്. അതായത് നമ്മൾ ഇരുന്ന് ഫോർമിൽക്കും ഹൈൻ മിൽക്കും കിട്ടത്തക്ക രീതിയിൽ സമയമെടുത്ത് വേണം കൊടുക്കാനായിട്ട്. സെക്കൻഡ് തിങ് ഈസ് നമ്മൾ അമ്മയ്ക്ക് പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കുക. അമ്മയോട് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയുക. ഇതൊരു വയറിളക്കമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അനാവശ്യമായിട്ട് കുഞ്ഞിന് മരുന്ന് കൊടുക്കേണ്ട ആവശ്യകതയില്ല. വൺസ് ഫീഡിങ് പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം സെറ്റിൽ ഡൗൺ ആകുന്നതാണ്. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്ക് വെള്ളം പോലെ ചീറ്റി തേങ്ങാപ്പീര പോലെ ഇങ്ങനെ പിരിഞ്ഞു മലമൊക്കെ കിടക്കുമ്പോൾ എല്ലാവരും വയറിളക്കമാണെന്ന് തെറ്റിദ്ധരിക്കുകയും അനാവശ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ടത് ചോദിച്ചു വരികയും ചെയ്യും. ഒന്നും ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല.